രാജ്യത്ത് വീണ്ടും കോവിഡ് ഭീഷണി വരികയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ കേരളത്തിലുണ്ട്. എന്താണ് അവസ്ഥ? അതായത് ഡൽഹി, മഹാരാഷ്ട്ര, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 273 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഏതാണ്ട് 23 പേർക്കും, കർണാടകയിൽ 35 പേർക്കും, മുംബൈയിൽ 95 പേർക്കുമാണ് രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ആദ്യം അതായത് മനുഷ്യ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ആ കോവിഡിൻ്റെ അതല്ല ഇപ്പോഴുള്ളത്. ഒരുപാട് വകഭേദങ്ങൾ, രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഒമിക്രോൺ എന്ന വൈറസാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതിൻ്റെ മറ്റൊരു വകഭേദമായ JN.1 വേരിയൻ്റാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് സാധാരണ ഒരു ജലദോഷപ്പനി എന്ന് നമുക്ക് മലയാളികൾ സാധാരണ കേട്ട് ശീലിച്ച ഒരു ജലദോഷപ്പനി മാത്രമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചന. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ചിലപ്പോൾ ഒരു ഇതേപോലുള്ള ജലദോഷം ഉണ്ടാകാം, തൊണ്ടയിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം, തലവേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കുന്നത്. നിലവിൽ ഒരു വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഡൽഹി, നമുക്ക് ഏറ്റവും അറിയാവുന്ന പോലെ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ തീവ്രതയും. ഓക്സിജൻ കിട്ടാതെ, ബെഡ് കിട്ടാതെ രോഗികൾ വരാന്തകളിലൊക്കെ കിടന്നൊരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അസുഖങ്ങൾ ബാധിച്ച് അതായത് കോവിഡിൻ്റെ ഈ ലക്ഷണങ്ങളോടെ വന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അതായത് ശ്വാസതടസ്സമോ മറ്റേതെങ്കിലും രീതിയിലുള്ള അതായത് ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം നിരീക്ഷിക്കാനും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള ഒരു ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഇനി കോവിഡിനെ അത്രത്തോളം ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം രാജ്യത്ത് മൊത്തത്തിൽ വാക്സിനേഷൻ നടന്നിട്ടുണ്ട്. 2 or 3 തവണ കോവിഡ് വന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി ഇതിൽ നിർണായക ഘടകമാണ്. പലരും കോവിഡും അതിൻ്റെ സാഹചര്യങ്ങളുമായി ഇതിനോടകം തന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയ്ക്ക് വക വേണ്ട എന്ന് വേണം നമ്മൾക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. എന്നിരുന്നാലും ഇനിയും അതായത് ഈ ഓരോ ജനിതക ഘടനയിൽ മാറ്റം വന്നാണ് ഈ രോഗത്തിൻ്റെ വ്യാപനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നാണ് കരുതേണ്ടത്. അതായത് വാക്സിൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 3 വാക്സിൻ, 1ഉം 2ഉം ഗഡുവും ബൂസ്റ്റർ ഡോസും ഒക്കെ ഏറെക്കുറെ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യാപനം കൂടുതലുണ്ടാവില്ല. അതുമാത്രമല്ല, ഒരു കോവിഡിനെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ആദ്യ ഘട്ടത്തിൽ ഈ അവരുടെ റൂട്ട് മാപ്പൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ആദ്യം നമ്മളെല്ലാം നന്നായി പരിഭ്രമിച്ചു, എല്ലാവരും പേടിച്ചു പുറത്തിറങ്ങാൻ. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിനെ നമുക്കത്ര പഴയതുപോലെയുള്ള പേടിയില്ല എങ്കിൽ കൂടിയും അതിനെ പ്രതിരോധിക്കാൻ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയും. മുൻകൂട്ടി ഇതിനെ കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് വ്യാപിക്കുന്നത് തടയാനും കഴിയും. അതായത് ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി. ആ കോവിഡ് വന്നപ്പോൾ നമുക്ക് ആ പനിയുടെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി ഈ ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. കോവിഡിന് വന്നതിന് ശേഷം ഉറക്കം വലിയ പ്രശ്നമാണ്. അതായത് ഒരു വെളുപ്പിന് ഒരു 2 മണി 3 മണി കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേക്കും. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഉറക്കം നമ്മൾ അപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. പിന്നെ മറ്റു ചിലർക്ക് ഇതായത് ഈ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടും വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ചിലർക്ക് ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഹൃദയാഘാതം ഉണ്ടായെന്നും മറ്റേ എന്താ പറയുക സ്ട്രോക്ക്, അതായത് 40-നും 50-നും ഇടയിലുള്ള ഒരുപാട് പേർ മരിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ കൃത്യമായ സ്ഥിരീകരണം ആശങ്കകൾ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ കോവിഡ് അനന്തരം പലർക്കും അതായത് മറ്റു പല അസുഖങ്ങളും തുടങ്ങി വെച്ചതായിട്ടും, അതായത് കോവിഡ് വന്നതിന് ശേഷം ഈ രോഗപ്രതിരോധ ശേഷി തീരെ ഇല്ലാണ്ടായതിനു ശേഷം മറ്റു പല രോഗങ്ങളുമായി സമൂഹത്തിൽ ജീവിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഈ കോവിഡിനെ അതിജീവിച്ച പ്രായമേറിയവരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്ന്. അതായത് കോവിഡ് ആദ്യം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എല്ലാവരും ജാഗ്രതാ നിർദ്ദേശം കൊടുത്ത പ്രായമായവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷം നല്ലൊരു ശതമാനം ഏതാണ്ട് 80 വയസ്സിന് മുകളിലുള്ളവർ പലരും കോവിഡിനെ അതിജീവിച്ച നമുക്കിടയിലുണ്ട്. ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു മെച്ചം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ സ്വയാർജിത രോഗപ്രതിരോധ ശേഷി കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ കോവിഡിനെ വേണ്ട രീതിയിൽ നമ്മൾ കരുതി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വാക്സിനേഷൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും വാക്സിനേഷൻ എടുക്കുക അടക്കം കൃത്യമായ നടപടികൾ ആരോഗ്യ പ്രവർത്തകർ നൽകിയ നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചതുകൊണ്ടാകാം ഒരു പരിധിവരെയെങ്കിലും നമ്മൾ
ഒരുപാട് പേർ കോവിഡിന് ഇരയായി മരണപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ അത്ര ഭീതിയില്ലാത്തൊരു സംഗതിയായി മാറിയതിന് കാരണം ഇത്തരം മുൻകാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതെ, അത് കാരണം ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് കൃത്യമായി ആരോഗ്യവകുപ്പ് എടുക്കുന്ന മുൻകരുതലുകൾ അതാണ് ഏറ്റവും പ്രധാനം. കാരണം കോവിഡ് വന്നാൽ ഉടൻ അതിൻ്റെ ചെക്കിംഗ് നടത്തി അയാളെ ക്വാറന്റൈനിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പടരുന്നത് ഒഴിവാക്കാൻ കഴിയും. ഇല്ല, ഇനിയിപ്പോൾ ക്വാറന്റൈൻ പോലുള്ള പരിപാടികളൊന്നും എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടിരുന്നു. കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ ക്വാറന്റൈനിൽ റൂട്ട് മാപ്പ് അടക്കം വന്ന സംഗതികൾ ഓർക്കുന്നുണ്ട്. ഏതോ ഒരാള് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരാള് അയാളുടെ കുടുംബത്തിന്റെ ചിത്രം അടക്കം നമ്മൾ അത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം കൊല്ലത്ത് പ്രാക്കുളത്തുള്ള ഒരാൾക്കാണ് ഇത് വന്നത്. അപ്പോൾ അയാൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ലാബിൽ വന്ന് പരിശോധിച്ചിരുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാബാണ് കൊല്ലത്ത്. അപ്പോൾ നമ്മൾ ആ ലാബിൽ വന്ന് ഇയാൾ പരിശോധിച്ചിട്ട് പോയിട്ടാണ് പിന്നീട് ഇയാൾക്ക് കോവിഡാണെന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ഈ ലാബിൻ്റെ പരിസരത്തുകൂടെയാണ് എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നത്. അന്നൊരു സ്വകാര്യ ചാനലിൽ കൊല്ലം റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ അന്ന് ഞാനെന്നല്ല, അതുവഴി ആ ലാബിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാതെ ഒരു 3 കിലോമീറ്റർ ചുറ്റി വേറെ വഴി കൂടെ പോകുമായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നു നമുക്ക് ആദ്യഘട്ടത്തിൽ. പിന്നീട് നമ്മൾ കാണുന്ന നമ്മളെ കൂടെ ഉള്ളവർ ഒരു വൈകുന്നേരം വരെ ഇരുന്നിട്ട് വൈകിട്ട് പോയി ടെസ്റ്റ് ചെയ്തിട്ട് പറയും, ഇവിടെ എനിക്ക് കോവിഡാണ്, ഞാനങ്ങ് പോവുക എന്ന് പറയും. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ട്, നമ്മൾ സമ്പർക്കത്തിലിരുന്നതാണ്. പിന്നെ അതിൻ്റെ ആ പേടി അങ്ങ് മാറി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതേവരെ കോവിഡ് ചെക്ക് ചെയ്തിട്ടില്ല. എനിക്ക് വന്നിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പനിയൊക്കെ വന്നിട്ടുണ്ട്, എന്നിരുന്നാൽ കൂടിയും കോവിഡ് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോവിഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. വന്നിട്ടുണ്ടാവാം, പക്ഷേ അങ്ങനൊരു ഭയങ്കരമായൊരു ലക്ഷണങ്ങളൊന്നും വന്നില്ല. ഞാൻ പനി വന്നപ്പോൾ കൃത്യമായി റെസ്റ്റ് എടുത്തു. വന്നിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് എൻ്റെ കുറച്ചുകൂടി തടിയുള്ളത് കൊണ്ടായിരിക്കണം എന്നെ കോവിഡ് വല്ലാണ്ടങ്ങ് ബാധിച്ചിരുന്നു. കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഒരു മുറിയിൽ ഞാൻ ഒറ്റക്കായിരുന്നു. കോഴിക്കോട് മീഡിയ വണിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു. കോഴിക്കോട് ഒരു മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബെഡിൽ കിടന്നിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കടുത്ത ശരീരവേദനയും അതിനുശേഷം ഇതേപോലുള്ള ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് അതിനെ അതിജീവിക്കാൻ സാധിച്ചു. പക്ഷേ എൻ്റെ പിതാവ് ഈ കോവിഡ് ബാധിച്ച് മരിച്ച ഒരാളാണ്. അത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ അസുഖം വരികയും ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈൻ അടക്കം പുറം ലോകവുമായി യാതൊരു സമ്പർക്കവും ഇല്ലാതെ കഴിയേണ്ടി വന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വെല്ലുവിളി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി എനിക്കറിയാം. പക്ഷേ നമ്മൾ എല്ലാവരും ആ സമയത്ത് കൃത്യമായി ഈ മാനദണ്ഡങ്ങൾ പാലിച്ചു. അത് ഒരു പരിധിവരെ ഇതിനെ അതിജീവിക്കാനും ജീവിതം മുമ്പോട്ട് പോകാനും സഹായിച്ചിട്ടുമുണ്ട്. അത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ ഈ കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്ട്സും പലതും ഉണ്ടാകുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ പനിയൊക്കെ വന്നാലും ചുമയൊന്നും മാറാത്തൊരു കണ്ടീഷനുണ്ട്. പണ്ട് പനി വന്നാൽ ഒരാഴ്ച ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ ഇപ്പോൾ പനി മാറും, പിന്നെ ചുമയും തൊണ്ടവേദനയും മാറാതെ മാസങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഞാൻ ഈ 3 വാക്സിനും എടുത്തതാണ്, ബൂസ്റ്റർ വാക്സിൻ അടക്കം എടുത്തതാണ്. പക്ഷേ അതിനുശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് സ്വയം തോന്നുന്നുണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ. പക്ഷേ ഈ നഷ്ടങ്ങളുടെ കണക്കൊക്കെ പറയുമ്പോഴും ഈ കഴിഞ്ഞ കോവിഡ് കാലം ഒരുപാട് രസകരമായ ഓർമ്മകളും തരുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ മറ്റേ ഏരിയൽ വ്യൂവിൽ ക്യാമറ ദൃശ്യങ്ങൾ വരുമ്പോൾ ക്യാമറ കാണുമ്പോൾ പാടത്ത് ചീട്ട് കളിച്ചിട്ടിരുന്നവരൊക്കെ എടുത്തു വെച്ച് ഓടിയതും, മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ സ്വന്തമായി വാറ്റി കുടിക്കുക, അരിഷ്ടം മേടിച്ച് കഴിക്കുക, എന്തിന് സാനിറ്റൈസർ കലക്കി കുടിച്ച വിദ്വാന്മാർ വരെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ സമയത്ത് അത്തരം കലാപരിപാടികളിലേക്കൊന്നും പോകണ്ട. തൽക്കാലം കരുതൽ മാത്രം എടുത്താൽ മതിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.